ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായി 54 അധ്യായങ്ങൾ നമ്മൾ തിരുക്കുറളിലൂടെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ പുതിയൊരു അധ്യായം കേൾക്കാം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ തിരുക്കുറളിൻ്റെ 55-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സായാഹ്നം പങ്കിടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുക്കുറൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ സമയത്തും നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ ഈ 55 അധ്യായങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തിരുക്കുറൾ ഭാഷയെയും സംസ്കാരത്തെയും ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച് സംരക്ഷിക്കുന്ന തമിഴ് ജനതയ്ക്ക് ജീവശ്വാസമാണ് തിരുക്കുറൾ എന്ന് നമ്മൾ ആവർത്തിച്ച് പല വട്ടം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പറയുകയുണ്ടായി. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ തിരുക്കുറളിന്റെ ഓരോ ഈരടികൾക്കും വലിയ സ്വാധീനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുവാനും അതുപോലെ തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാനും ഡിസിഷൻ എടുക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും തിരുക്കുറളിലെ ഓരോ ഈരടികളും വളരെ അധികം നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറൾ എന്ന് വെച്ചാൽ ഏറ്റവും കുറുകിയ ഒരു വിഭാഗങ്ങൾ എന്ന് പറയാം. ഏറ്റവും കുറുകിയ എന്നർത്ഥം വരുന്ന അതാണ് ഹ്രസ്വമായത് എന്നാണ് അർത്ഥം. തമിഴിലെ ഒരു വൃത്തം അത്രയും കുറുകിയത് അല്ലെങ്കിൽ ഒരു വൃത്തത്തിൽ രചിക്കപ്പെട്ട ആ വിശിഷ്ട കൃതിക്ക് ഏറ്റവും അന്വർത്ഥമായ നാമം തന്നെയാണ് തിരുക്കുറൾ. തിരുവള്ളൂരുടെ ഈ ഒരു തിരുക്കുറളിന്റെ 55-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കിപ്പോൾ പോകാം. അതുപോലെ ഇത് 55-ാമത്തെ അധ്യായത്തില് രാജധർമ്മത്തിൽ അധികാരം 55-ാമത്തെ അധ്യായത്തിൽ ചെങ്കോന്മൈ അല്ലെങ്കിൽ സത്ഭരണം എങ്ങനെയുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് ഈ ഒരു തിരുക്കുറളിന്റെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയിൽ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്നത് നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട മോഹൻദാസ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വെൽക്കം മോഹൻദാസ് സാർ. നമസ്കാരം. ഇതെന്താ കപ്പലിലെ ക്യാപ്റ്റൻ ആണോ അതോ ആർമിയിലെ ക്യാപ്റ്റൻ ആണോ ഏതെന്താ അറിയത്തില്ല. ഇത് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എല്ലാവരും ചേർന്ന് ഒന്ന് സഞ്ചരിക്കുന്നു. ഞാനതിന് എനിക്ക് കേൾക്കുന്നുണ്ടോ? സാറേ തിരുക്കുറളാകുന്ന കപ്പലിന്റെ ക്യാപ്റ്റനാ. ഓക്കെ. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. പിന്നെ ഏതായാലും ഒരു പുതിയൊരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു തൊപ്പി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ശരി, ഇന്ന് സദ്ഭരണത്തെ കുറിച്ചാണ്. ജനക്ഷേമകരവും നീതിനിഷ്ഠവുമായ സദ്ഭരണമാണ് ഏതൊരു രാജാവിൻ്റെയും ലക്ഷ്യം. അങ്ങും ഇങ്ങും ചായാതെ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ചെങ്കോലാണ് അതിൻ്റെ പ്രതീകം. ആഹ്ലാദാതിരേകത്താൽ മതിമറന്ന് ധർമ്മം വെടിയാത്ത മന്നൻ സദ്ഭരണം നടത്തുവാൻ അർഹനാകുകയാൽ ഈ അധികാരം തുടർച്ചയെന്നോണം നിബന്ധിച്ചിരിക്കുന്നു. ഓർന്ത് ആദ്യത്തെ വാക്ക് ഓർന്ത്, രണ്ടാമത്തത് ആദ്യത്തെ വരയിലെ അവസാനം യാർമാട്ടും, മൂന്നാമത്തത് കൺ ഓടാത്, നാലാമത്തെ വാക്ക് ആദ്യത്തെ വരയിലെ മൂന്നാമത്തത് ഇറൈ പുരുന്ത്, 5 രണ്ടാമത്തെ വരയിലാണ് തേർന്ന് ചെയ്വതേ മുറൈ. ഇനി ഓരോ വാക്കായിട്ടും അർത്ഥം പറഞ്ഞുതരാം. തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആര് തന്നെയായാലും ശരി, അവൻ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതാണ് സാഹചര്യമെങ്കിൽ, ഇനി കുറേക്ക് കടക്കുകയാണ്. ഓർന്ത് അതിനെക്കുറിച്ച് നല്ലവണ്ണം അന്വേഷണം നടത്തി, യാർമാട്ടും ആരോടായാലും കണ്ണോടാതെ എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ, ഇറൈ പുരുന്ത് നിഷ്പക്ഷമായി,
തേർന്ന് ആ കുറ്റത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് വിദ്വാൻമാരുമായി ആലോചിച്ച് ചെയ്വതേ അത് നിർവഹിക്കുന്നതാണ് മുറൈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടുള്ളത്. അതായത് ആര് തന്നെയാണ് കുറ്റം ചെയ്താലും, എത്ര ചെറിയ കുറ്റമായാലും വലുതായാലും, ആ ശിക്ഷയ്ക്ക് അർഹമായ ആ തെറ്റിന് അർഹമായ ശിക്ഷ നൽകണം. അത് പണ്ഡിതന്മാരോട് ആലോചിച്ച് അത് ചെയ്യുന്നതാണ് ചെങ്കോലിന്റെ ധർമ്മം. അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ ഒരേ നിലയിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ച് കണ്ണോടാതെ, ആരുടെയും മുഖം നോക്കാതെ, ബന്ധുവാണോ ശത്രുവാണോ എന്നൊന്നും നോക്കാതെ ശരിക്കുമുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടതാണ് ധർമ്മം. ആദ്യത്തെ കുറൽ തന്നെയാണ് ചെങ്കോലിന്റെ മഹിമയെ കുറിച്ച്. ഒരു രാജഭരണത്തിന്റെ പ്രാധാന്യം ചെങ്കോലാണ്. കിരീടവും രാജാവിന് എത്രത്തോളം ഭംഗി ചേർക്കുന്നു, അതുപോലെ തന്നെയാണ് ചെങ്കോലിന്റെ ധർമ്മവും രാജാവിന് അന്തസ്സും അഭിമാനവും തരുന്നതാണ്. ജോസി സാറ്. തിരുക്കുറൽ അധ്യായം 55 ചെങ്കോന്മൈ ഭരണം. ഇൻട്രഡക്ഷൻ ഇങ്ങനെ പറയാം: തീവ്രമായി അന്വേഷിക്കുക, ആരെയും അനാവശ്യമായി അനുകൂലിക്കാതെ നീതിപൂർവം നയിക്കുക, വിശകലനം ചെയ്യുക, പ്രവർത്തിക്കുക, നീതി സ്ഥാപിക്കുക. ലോകം അതിജീവിക്കുന്നു, മഴയ്ക്കായി ആകാശത്തേക്ക് നോക്കുന്നു എന്നതുപോലെ ജനങ്ങൾ നീതിക്കായി ഭരണാധികാരിയുടെ ചെങ്കോലിലേക്ക് നോക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗത്തിൽ ചെങ്കോൽ പരമാധികാരത്തെയും ഉന്നത സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. ഈ കുറലിൽ ഇത് ഭരണാധികാരിയുടെ നീതിയെയും ധർമ്മത്തെയും സൂചിപ്പിക്കുന്നു. പണ്ഡിതന്മാർ എഴുതുന്ന തിരുവെഴുത്തുകളിലും അവർ പ്രകീർത്തിക്കുന്ന സദ്ഗുണങ്ങളും ഭരണാധികാരിയുടെ ചെങ്കോലിൽ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്നു. ലോകം ഭരണാധികാരിയുടെ കാലിനെ ആലിംഗനം ചെയ്യുന്നു, അല്ലെങ്കിൽ അനുധാവനം ചെയ്യുന്നു. തന്റെ ജനങ്ങളെ സർവാത്മന സ്നേഹിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രാജാവിന് അനുയോജ്യമായ രീതിയിൽ പ്രകൃതി മഴക്കാലവും വിളവെടുപ്പും പോലും ഗുണകരമായി നടത്തുന്നു. ഈ കുറൽ 541 കൃത്യമായി പറഞ്ഞാൽ, ഓർന്തു കൺ ഓടാതു ഇറൈ പുരുന്തു യാർ മാറ്റം തേർന്നു ചെയ്വതേ മുറൈ. ഓർത്തു മുഖം നോക്കാതാരെയും നടുനിലയിൽ പാർത്തു വിധി ചെയ്വതേ ന്യായം. എന്ന് പറഞ്ഞാൽ, കുറ്റവാളി ആരായാലും നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി വിധി പ്രഖ്യാപിക്കുക എന്നതാണ് നീതി. ഏതു കാര്യത്തിലും പക്ഷഭേദം കൂടാതെ സത്യമായി കാര്യമറിഞ്ഞു വേണ്ടുന്നതെല്ലാം ചെയ്വത് നീതിയാം. ഇതാണ് കവിവാക്യം. താങ്ക് യു. ഓവർ. മാം. Oh, thank you, sir. Tirukural chapter 55, Just Rule, emphasizes the importance of a fair and righteous government. A king's just rule is the foundation of a prosperous and stable kingdom. Just as the proverb,
A good tree bears good fruit. Suggests a ruler who governs with equity and compassion will see their people flourish and their land prosper. Conversely, a tyrannical or unjust leader brings ruin upon their subjects and ultimately themselves. The chapter highlights that the true strength of a ruler lies not in their army or wealth, but in their impartiality and adherence to Dharma. A just ruler ensures peace, protects their people, and fosters an environment where all can thrive. Kural 541. Justice is to give verdict after impartial probing, whoever is the culprit. This Kural underscores the bedrock principle of true justice, impartiality. It means that when a wrong is committed, the investigation must be thorough and unbiased, without any consideration for the person's status, wealth, or relationship to the judge. The proverb, justice is blind, perfectly encapsulates this idea. It signifies that justice should be meted out without favorism or prejudice. Just like a blindfolded figure of justice, ensuring that all are equal before the law. The verdict must be based solely on the evidence and the truth, regardless of whether the culprit is a common citizen or a powerful dignitary. Such a system ensures public trust and maintains the integrity of the law, preventing chaos and promoting order in society. Thank you. Nayanar sir. സർ മ്യൂട്ടാണോ? Nayanar sir mute അല്ല. ആ 42 സാറ് റേഞ്ച് കുറവാണല്ലോ. കുറവാണ് സാർ. വോയിസ് ക്ലിയർ അല്ല സർ. ക്ലിയർ അല്ല. ആദ്യ വരയിലെ മൂന്നാമത്തെ വാക്ക് ഉലകെല്ലാം, ഈ ലോകമെല്ലാം ആണോ? ക്ലിയർ കുറവാ സാറേ. വളരെ കുറവല്ലേ? ഇടയ്ക്കൊന്ന് ശരിയാവുന്ന പോലെ ഉണ്ട്. നോക്കട്ടെ, ഒന്നുകൂടി വായിച്ചു നോക്കാം. അടുത്തുണ്ടോ? ഉലകെല്ലാം, ഈ ലോകമെല്ലാം കാലങ്ങളും നോക്കി
നോക്കി മാരിമേഘങ്ങൾ നിബിഡമായ ആകാശത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അതുപോലെ കുടികൾ ജനങ്ങൾ മന്നവൻ രാജാവിന്റെ നോക്കി നിർഭനീതിയുടെ പ്രതീകമല്ല ചെങ്കുൽ അതിനെ നോക്കി വിശ്വസിച്ച് വാഴുന്നു. മലയാളം. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകടനം. രാജധർമ്മം അധികാരം 55. ചെങ്കോന്മൈ സദ്ഭരണം. കുറൾ 542. വാൻ നോക്കി വാഴും ഉലകു എല്ലാം മന്നവൻ കോൽ നോക്കി വാഴും കുടി. മാരിയെ നോക്കി വാഴുന്നു ലോകം നീതിയെ നോക്കി ജനങ്ങൾ. ഈ ലോകമെല്ലാം വാനത്തെ ആശ്രയിച്ചു കഴിയുന്നു. ആകാശത്ത് നിന്ന് ലഭിക്കുന്ന മഴയാണ് എല്ലാവർക്കും പ്രതീക്ഷ. എത്ര അന്വർത്ഥമാണിത്. മഴയെന്ന പ്രതിഭാസം സർവ്വ ജീവജാലങ്ങളുടെയും ജീവനാണെന്ന് പറയാം. മഴ തന്നെയാണോ ദൈവമെന്ന് പോലും പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ സൂര്യനും മഴയും കൂടിച്ചേർന്ന് മാനവരാശിക്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തുന്നു. അതുപോലെയാണ് രാജാവും രാജാവിന്റെ പ്രവർത്തനങ്ങളും. ഒരു ജനത സമാധാനവും സന്തോഷവും പ്രവർത്തന നിരതമായും ജീവിക്കണമെങ്കിൽ നല്ലൊരു ഭരണാധികാരിയെ ലഭിക്കണം. സദ്ഭരണവും നീതിയും ധർമ്മനിഷ്ഠയുമൊക്കെ ആ സ്ഥാനത്ത് നിന്ന് ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. നൃപന്റെ ഭൂപതിയുടെ സ്വഭാവം എന്താണെന്ന് അവിടെ കഴിയുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിലെ ഒരാളിൽ നിന്ന് ആ കുടുംബത്തെ നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും പല ഓഫീസുകളിലും ചെല്ലുമ്പോൾ ആ ഓഫീസിന്റെ അന്തരീക്ഷം കാണുമ്പോൾ അറിയാം അതിന്റെ മേലധികാരിയുടെ സ്വഭാവം. അതുപോലെ ഓരോ രാജ്യവും ഇന്ത്യയിലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഭരണതലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജനക്ഷേമകരമാണോ? പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയെങ്കിലും എല്ലാവർക്കും നൽകാൻ കഴിഞ്ഞോ? അതൊക്കെ നമുക്ക് നിരീക്ഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ചരിത്രത്താളുകളിലേക്ക് മറിക്കുന്ന കണക്കുകളൊന്നും യഥാർത്ഥ ഇന്ത്യൻ ജനതയുടെ പൂർണ്ണ സംഖ്യകളല്ല. എല്ലാ കണക്കുകൾക്കും അപ്പുറം ഭിന്ന സംഖ്യകളാണുള്ളതെന്ന് നമുക്ക് കാണാം. തൊട്ടടുത്ത തമിഴ്നാട് സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് ബസ് ഫെയർ ഫ്രീ നൽകുന്നു. അതുപോലെ ഒത്തിരി ഫ്രീ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം അവർക്കവിടെ സമാധാനത്തോടെയുള്ള ഒരു അന്തരീക്ഷം ലഭിക്കുന്നില്ല എന്നതാണ്. അവിടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുന്നു എന്നും നമുക്ക് കാണാം. 17-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് തത്വചിന്തകനും സാമൂഹിക കരാർ സിദ്ധാന്തത്തിന്റെ പിതാവുമായ തോമസ് ഹോബ്സ് ഭരണാധികാരികളും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു കരാറിന്റെ ഫലമാണ് ഭരണകൂടം എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ഇന്ത്യൻ തത്വചിന്തയിൽ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഭരണകൂടത്തെ കാണുന്നത്. ഹോബ്സിന്റെ സാമൂഹിക കരാർ സിദ്ധാന്തത്തിൽ നിന്നാണ് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ ഉടലെടുത്തത്. അത് ഒരു സമൂഹത്തിന്
അർഹമായ ഒരു ഗവൺമെന്റ് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാമരാജ്യം വരുന്നതിനായി നാം എല്ലാം കാതോർക്കുന്നു. കാത്തിരിക്കാം. ഇതുപോലെ വർഷം പോലെ എല്ലാ പേരിലും ഒരുപോലെ പെയ്യുന്ന മഴത്തുള്ളികളാകുന്ന നിയമങ്ങൾ, ഒഴുകിയെത്തുന്ന സ്വാതന്ത്ര്യങ്ങൾ, ദാഹം തീർക്കുന്ന അവസരങ്ങൾ എന്നിവ രാജാവിന്റെ ചെങ്കോലിന്റെ പ്രതിഫലനം തന്നെ. അതെ, ജനക്ഷേമകരവും നീതിനിഷ്ഠവുമായ സദ്ഭരണം ഏതു രാജാവാണോ, ഏതൊരു ജനനായകനാണോ ലക്ഷ്യം വെക്കുന്നത്, പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ചെങ്കോലായ പ്രതീകം പോലെ രാജാവും അല്ലെങ്കിൽ ഭരണത്തലവൻ ജനമനസ്സുകളിൽ അങ്ങുമിങ്ങും ചായാതെ നിലകൊള്ളുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. തിരുവള്ളുവർ പറയുന്നു, ഒരു ജനത സമാധാനവും സന്തോഷവും പ്രവർത്തന നിരതമായും ജീവിക്കണമെങ്കിൽ നല്ലൊരു ഭരണാധികാരിയെ ലഭിക്കണം. സദ്ഭരണവും നീതിയും ധർമ്മനിഷ്ഠയുമൊക്കെ ആ സ്ഥാനത്ത് നിന്ന് ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഖുറൽ 542. വാൻനോക്കി വാഴും ഉലകുയെല്ലാം മന്നവൻ, കോൽ നോക്കി വാഴും കുടി. മാരിയെ നോക്കി വാഴുന്നു ലോകം, ചെങ്കോൽ നീതിയെ നോക്കി ജനങ്ങൾ. ഓവർ. താങ്ക് യു സർ. Hi, good evening to all. ഗുഡ് ഈവനിങ്. ഹലോ. ഓക്കെ, എന്നെ കേൾക്കുന്നോ എന്ന് സംശയിച്ചു. അതാ ഗുഡ് ഈവനിങ് പറഞ്ഞത്. തിരുക്കുറൾ പാർട്ട് 2 അർത്ഥ ചാപ്റ്റർ 55. വാൻ നോക്കി വാഴും ഉലകു എല്ലാം മന്നവൻ കോൽ നോക്കി വാഴും കുടി. All living beings of earth depends on rains. Likewise, all citizens live according to justice of the king. Just as all the world looks to the heavens for rain, so do the people look to their king for justice and good governance. This couplet emphasizes the dependence of the people on their ruler for a just and fair administration, much like how all living things rely on rain for sustenance. It highlights the importance of a king's righteous conduct and its impact on the well-being of his subjects. Thank you. Over, ma'am. Thank you, sir. Quran 543. Minor, sir. സർ മ്യൂട്ടാണ്. Minor, sir, mute അല്ല, പക്ഷെ കേൾക്കുന്നില്ല. സാറേ വോയിസ് ഇല്ലല്ലോ. ഹലോ, എന്നാലും ഞാൻ അടുത്ത് വായിക്കാം. ഇപ്പൊ കേൾക്കാം. 53. ക്ലിയർ ആയിട്ടുണ്ട്. കേൾക്കാവോ? ഓക്കെ സർ. ഹലോ, ഓക്കെ സർ. കേൾക്കാമോ? കേൾക്കാം സർ. കേൾക്കാം സർ, കേൾക്കാം. മൗന ടീച്ചർ കേൾക്കാമോ? കേൾക്കാം സർ. കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. സൗണ്ട് വളരെ ലോ ആയിട്ടിരിക്കുകയാണത്. ഇപ്പൊ വീണ്ടും ക്ലിയർ അല്ലാതായി. ഒന്നും കേൾക്കുന്നില്ല. സാറിന് അങ്ങോട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ടാണോ എന്ന് നോക്കാൻ പോയതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ആരും കേക്ക് ഞാൻ
പിന്നെ ഇവിടെ ഉഷത് വായിച്ചോളൂ. അന്തണർ നുർക്കും അറത്തിർക്കും ആദിയായി നിன்றതു മന്നവൻ കോൽ. ഉഷ വായിക്കാനാ സാറ് പറഞ്ഞതേ. അതെ അതെ, ഞാൻ വായിക്കാം. സാറിന്റെ ഇടയിൽ നിന്ന് ആയിരുന്നു, പക്ഷെ വീണ്ടും അതൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. നിർക്കും ഉലക്. രണ്ടാമത്തെ അവസാനത്തെ വാക്ക് ഉലക്. ഞാൻ പറയുന്നുണ്ട്, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് അവസാനത്തെ വാക്ക് ഉലക്, ലോകം. എന്നിട്ട് ആദ്യത്തെ വരിയിലെ കീഴിൽ കുടിവാഴുന്ന ജനങ്ങളെല്ലാം തഴുകി പരിപാലിച്ചുകൊണ്ട് അതും കേൾക്കുന്നുണ്ട്. ഉണ്ട് സർ. അതും കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. ഇപ്പൊ ക്ലിയർ ആണ്. എന്റെ മൊബൈൽ കംപ്ലൈന്റ് ആണ്. സാറിനെ കാണുന്നുണ്ട്. സാറിന്റെ സൗണ്ടില് ക്ലാരിറ്റി കിട്ടുന്നില്ല സാറേ. 3 അന്തണർ നോക്കും അറത്തർക്കും ആദിയായി നിന്റത് മന്നവൻ കോൽ. സോറി, മന്നവൻ കോൽ. രണ്ടാമത്തെ വരിയിലെ 2-3 വാക്കുകളാണ്. രാജാവിന്റെ ചെങ്കോൽ തന്നെയാണ് അന്തണർ നൂർക്കും, അന്തണന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് ആദിയായി ആദിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ വേദ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെങ്കോലിന്റെ കാര്യത്തിലും പ്രവർത്തിക്കേണ്ടത് എന്ന് മാന്യവന് അറിയണം. ഓവർ. ഉഷമണ്ഡം പറഞ്ഞോളൂ. ഖുർആൻ 543. അന്തണർ നുർക്കും അറത്തിർക്കും ആദിയായി ഉഷമണ്ഡം പറഞ്ഞോളൂ. ഉഷമണ്ഡം. കേൾക്കാം, പറയുന്നുണ്ട്. ഓക്കെ. മൊബൈലിന്റെ കംപ്ലൈന്റ് ആയി തോന്നുന്നു. മൊബൈൽ സാറിന്റെ മൊബൈലിന് കംപ്ലൈന്റ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ സർ, മാനേജ് ചെയ്യാം. ഓക്കെ. ഖുർആൻ 543. പറഞ്ഞോളൂ. പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് സാറിന് കേൾക്കുന്നില്ല, അതാണ് സംഭവം. മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ, അത് കണ്ടോന്നറിയില്ല. ഖുർആൻ 543. അന്തണർ നുർക്കും അറത്തിർക്കും ആദിയായി നിന്റേതും. ഹലോ. പറയുന്നുണ്ട്. നിன்றതു മന്നവൻ കോൽ. അന്തണ വേദധർമ്മങ്ങൾക്കു ഹേതുവായി നിന്നത് മന്നന്റെ കോൽ. സത്ഭരണം എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെയുമുണ്ട് ഭരണം എന്നൊരു ധ്വനി കൂടിയില്ലേ? ഉണ്ടല്ലോ. അതാണ് ദുർഭരണം. മധുരയിൽ കംസന്റെ ഭരണം അതായിരുന്നു. ദുർഭരണ മേധാവിയായിരുന്നു വേനൻ എന്ന പൗരാണിക രാജാവ്. ഭൂമിയുടെ അധിപനായി തീർന്ന വേനൻ യാഗങ്ങൾ മുടക്കി, യജ്ഞങ്ങൾ തടഞ്ഞു. മഹർഷിമാർ ഉൾപ്പെടെ ഏവരും തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ജനത്തെ ഓരോ നിമിഷവും ഓരോ വിധത്തിൽ ക്രൂരമായി ദ്രോഹിച്ചു. അവസാനം ഗതികെട്ട് മഹർഷിമാർ ദർഭപ്പുല്ലിൽ മന്ത്രം ജപിച്ച് അവനെ വധിച്ചു. അവന്റെ ശരീരം കടഞ്ഞ് തേജസ്വിയായ ഒരു പുരുഷനെ സൃഷ്ടിച്ചു.
ആ പുരുഷനെ രാജാവാക്കി വാഴിച്ചു. ധർമ്മിഷ്ഠനായ ആ മഹാരാജാവിന്റെ ഭരണകാലം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സുവർണകാലമായിരുന്നു. പ്രതു എന്നായിരുന്നു ആ ഭരണാധിപന്റെ പേര്. പ്രതു ചക്രവർത്തിയുടെ സത്ഭരണത്തിൽ സമർത്ഥികളിൽ ആറാടിയ ഭൂമിക്ക് പൃഥ്വി എന്നൊരു പേരുമുണ്ടായി എന്ന് വാമന പുരാണം സാക്ഷ്യപ്പെടുത്തുന്നു. ജനക്ഷേമകരവും നീതിയുക്തവുമായ സത്ഭരണമാണ് ഏതൊരു രാജാവിന്റെയും ലക്ഷ്യം. അങ്ങും ഇങ്ങും ചായാതെ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ചെങ്കോലാണ് അതിന്റെ പ്രതീകം. ആഹ്ലാദ ആതിരാദേഹത്തിൽ മറന്ന് ധർമ്മം വെടിയാത്ത മന്നൻ സത്ഭരണത്തിന് നേതൃത്വം നൽകുന്നു. നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള ഒരു രാജാവിന്റെ സ്ഥാനചിഹ്നമാണ് ചെങ്കോൽ. മറ്റൊന്ന് കിരീടം. കിരീടം ചരിയാതിരിക്കുക, ചെങ്കോൽ വളയാതിരിക്കുക. ഇതാണ് സത്ഭരണ ലക്ഷണം. വേദങ്ങൾ, ധർമ്മം തുടങ്ങിയവയെല്ലാം ഉണ്ടാകാനും പ്രചരിക്കാനും നിലനിൽക്കാനും കാരണമായത് സത്ഭരണത്തിൽ ലഭിച്ച സംരക്ഷണവും പ്രോത്സാഹനവുമാണ്. ആ നിലയ്ക്ക് എക്കാലത്തും ആചാര സംസ്കാരങ്ങളെ രക്ഷിക്കുന്നത് അരജന്റെ ചെങ്കോൽ തന്നെയാണ്. തൻ്റെ കീഴിലുള്ള ജനങ്ങളെയെല്ലാം വാത്സല്യപൂർവം പരിലാളിച്ചും കാത്തുരക്ഷിച്ചും ഭരണം നടത്തുന്ന മഹാനായ രാജാവിന്റെ കാലടികൾ തഴുകാൻ ലോകം സദാ ഒരുക്കമായിരിക്കും. സകല ജനങ്ങൾക്കും അത്രമേൽ പ്രിയങ്കരനായ ആ ഭരണാധികാരിയെ അവർ ദൈവതുല്യനായി കണക്കാക്കും. രാജാ പ്രത്യക്ഷ ദൈവതം എന്നുണ്ടല്ലോ. നീതിശാസ്ത്രങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ട രീതിയിൽ ഭരണം നടത്തുന്ന ഒരു രാജാവിന്റെ നാട്ടിൽ ഒരു കാലത്തും ഒന്നിനും ക്ഷാമമുണ്ടാവുകയില്ലെന്നും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. സുലഭമായ മഴയും സമൃദ്ധമായ വിളവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രകൃതി ദേവത സന്തുഷ്ടയായി ആ നാടിനെ കനിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ ഇതിന് തൊട്ടു മുമ്പുള്ള ഖുർആനിൽ കാണുകയുണ്ടായി. യുദ്ധങ്ങളിലും മറ്റും ഒരു രാജാവിനെ വിജയിയാക്കുന്നത് അവൻ പ്രയോഗിക്കുന്ന വേൽ മുതലായ ആയുധങ്ങളല്ല, നീതി പിഴയ്ക്കാത്ത നിഷ്പക്ഷമായ അവന്റെ ചെങ്കോൽ തന്നെയാണ്. സൈന്യശക്തിയേക്കാൾ ധർമ്മശക്തിക്കാണ് യുദ്ധത്തിൽ ജയം നേടുന്നത്. യഥോസ് ധർമ്മ സ്തതോ ജയ. എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം. അധർമ്മം ഒരിക്കലും നിലനിൽക്കില്ല. ഈ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അന്തണരുടെ വേദങ്ങൾ, ധർമ്മം തുടങ്ങിയവയെല്ലാം ഉണ്ടാകാനും പ്രചരിക്കാനും നിലനിൽക്കാനും കാരണമായത് സത്ഭരണത്തിന് കീഴിൽ ലഭിച്ച പ്രോത്സാഹനമാണ്. ആ നിലയ്ക്ക് എക്കാലത്തും വേദധർമ്മങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നത് ഒരു നല്ല രാജാവിന്റെ ചെങ്കോൽ തന്നെയാണ്. ഖുർആൻ 543. അന്തണർ നുർക്കും അറത്തിർക്കും ആദിയായി നിன்றതും മന്നവൻ കോൽ. അന്തണ വേദധർമ്മങ്ങൾക്ക് ഹേതുവായി നിന്നത് മന്നന്റെ ചെങ്കോൽ. താങ്ക് യു. Thank you, ma'am. Second verse, 543. It is the justice of the king, forming the basis for the chantings of the Vedas by Brahmins and all other scriptures. This Quran highlights the profound impact of a just ruler on the moral and spiritual fabric of society. It suggests that a king's righteous governance creates an environment where religious practices like the chanting of the Vedas and the teachings of all scriptures can truly thrive. All as the king, so are the people, is a fitting proverb here, emphasizing that the moral compass of the ruler directly influences the conduct and values of the entire population. When a ruler ensures peace, stability, and justice, the minds of the people are freed from fear and oppression. This allows scholars and spiritual seekers to dedicate themselves to their studies and practices, fostering a society where virtue and knowledge can flourish without hindrance. Conversely, in an unjust or chaotic regime, the very pursuit of spiritual and ethical development becomes difficult.
as basic security and order are absent. Thus, the king's just rule is not merely about administration, but about creating the fertile ground for the highest human aspirations to take root and bear fruit. Thank you. Quran 544. ഹലോ, പറഞ്ഞു സാർ, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് മ്യൂട്ടായി പോകുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്, അത്രേ ഉള്ളൂ. ഉം. കുടിതഴി കോലോച്ച് മാനില മന്നൻ അടിതഴി നിർക്കും ഉലക്. ആ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്, അവസാനത്തെ വാക്കാണ് ഉലക്, ലോകം. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കുടിതഴി, തൻ്റെ ഭരണത്തിൻ കീഴിൽ കുടിവാഴുന്ന ജനങ്ങളെയെല്ലാം തഴുകി പരിപാലിച്ചുകൊണ്ട്. ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വാക്ക് കോലോച്ച്, ചെങ്കോൽ ചെലുത്തുന്ന, ഭരണം നടത്തുന്ന മാനില മന്നൻ, മഹാരാജാവിൻ്റെ അടിത്തഴി, പാദങ്ങളെ തഴുകി ഭക്തിപൂർവം ആശ്രയിച്ച്, നിൽക്കും, സന്തോഷത്തോടെ നിൽക്കും, തൻ്റെ കീഴിലുള്ള ജനങ്ങളെയെല്ലാം വാത്സല്യപൂർവ്വം പരിലാളിച്ചും കാത്തു രക്ഷിച്ചും ഭരണം നടത്തുന്ന മഹാനായ രാജാവിൻ്റെ കാലടികൾ തഴുകാൻ ലോകം സദാ ഒരുക്കമായിരിക്കും. സകല ജനങ്ങൾക്കും അത്രമേൽ പ്രിയങ്കരനായ ആ ഭരണാധികാരിയെ അവർ ദൈവതുല്യനായി കണക്കാക്കും. ഓവർ. ശ്രീകുമാരി മാം ആണോ? ശ്രീകുമാരി മാം ഉണ്ടോ? ഓക്കെ. കുറൾ 544. കുടിതഴി കോലോച്ചും മാനില മന്നൻ അടിതഴി നിൽക്കും ഉലക്. നാട്ടാതെ പോറ്റിട്ടു ചെങ്കോൽ ധരിച്ചിടും മന്നന്റെ പാദത്തിൽ നമിച്ചിടുമേവരും. കുടികളെ പാലിച്ചു പോലേന്തു അരച്ചന്റെ അടിതഴുകി നിൽക്കും ഈ ലോകം. കേൾക്കാമോ? നാട്ടാരെ രക്ഷിച്ചു ചെങ്കോൽ ധരിച്ചു ശ്രീകുമാരി മാം മ്യൂട്ടാണ്. എന്റേത് മ്യൂട്ടായി പോയി ഇടയ്ക്ക്. ഇപ്പൊ ശരിയായോ? ശരിയായി. ആദ്യം തൊട്ടേ പറയാം. കുറൾ 544. കുടിതഴി ഇക്കോലോച്ചും മാനില മന്നൻ അടിതഴി നീർക്കും ഉലക്. നാട്ടാതെ പോറ്റിട്ടു ചെങ്കോൽ ധരിച്ചിടും മന്നന്റെ പാദത്തിൽ നമിച്ചിടുമേവരും. കുടികളെ പാലിച്ചു കോലേന്തും അരജന്റെ അടിതഴുകി നിൽക്കും ഈ ലോകം. നാട്ടാരെ രക്ഷിച്ച് ചെങ്കോൽ ധരിക്കുന്ന രാജാവിനെ എല്ലാവരും ബഹുമാനിക്കും. പ്രജകളെ രക്ഷിച്ചും സ്നേഹവാത്സല്യങ്ങൾ നൽകിയും നാട് ഭരിക്കുന്ന രാജാവിന് ആദരവും പ്രീതിയും ലഭിക്കും. നിസാര കാര്യങ്ങളിൽ രാജാവ് കോപിതനാകരുത്. പ്രജകൾക്ക് അനിഷ്ടമായി അടിച്ചേൽപ്പിക്കരുത്. നീതിയും ന്യായവും ധർമ്മമായി കണ്ട് പ്രവർത്തിക്കും. രാജ്യത്തിൽ സുരക്ഷിതമായും സുഭിക്ഷമായും സമാധാനപരമായും ജീവിക്കാൻ പ്രജാതൽപരനായ ഒരു രാജാവിന് സാധിക്കും. പ്രജാവത്സലനായ രാജാവായി ജീവിച്ചാൽ ആ രാജാവിനെ പ്രജകൾ ഇഷ്ടപ്പെടും. രാജ്യരക്ഷയും പ്രജാക്ഷേമവും നടപ്പിൽ വരുത്താൻ രാജാവ് ശ്രമിക്കണം. പ്രജകളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ ആ രാജാവിന് ബഹുമാനവും സ്നേഹവും ലഭിക്കും. താങ്ക് യു. 544. കുടിതഴി കോലോച്ചും മാനില മന്നൻ അടിതഴി നിൽക്കും ഉലക്. താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ 544. കുടി
അടിതഴി നിൽക്കും സാറെ കേൾക്കുന്നില്ലല്ലോ. ജോർജ് സാറെ കേൾക്കുന്നില്ലല്ലോ. ഫീറ്റ് ഓഫ് ദ സാറിന് ചെറിയ നെറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്തോ വോയിസ് എല്ലാം കുറച്ച് ഡിസ്റ്റർബ് ആണ്. സാറ് പുറത്തു പോയി എന്ന് പറയും. in leadership. സാറ് പുറത്തെവിടെ പോയി നിന്നാൽ റേഞ്ച് ഉണ്ട്. Here is a breakdown of the verse and its significance. The verse highlights that love, not fear, is the foundation of a strong and lasting region. Here, Thiruvallur advocates for a compassionate and empathetic leadership style where the ruler prioritizes the well-being and happiness of his subjects. Also, the ruler who embodies love will be embraced by his people, and his rule will be blessed with stability and prosperity. Thank you. Over, ma. താങ്ക് യു സർ. 545 നായനാർ സാറേ. സാറിന് വരാൻ പറ്റുന്നില്ല അല്ലേ? മലയാളം പറഞ്ഞിട്ട് തമിഴ് പറയാന്ന് വെച്ചാലോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോ സാർ, പറഞ്ഞോ സാർ. ആ ഇയൽ ഞാൻ ഇടയ്ക്ക് പിന്നെ പുറത്തിറങ്ങിയിട്ട് കയറി ഒന്നുകൂടി കയറി. ഇയൽ പുളി കോലോച്ച് മന്നമൻ നാട്ട് പെയ്യലും വിളയുളും തൊക്ക്. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പെയ്യലും, കാലം അനുസരിച്ചുള്ള മഴ പൊഴിയലും. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് വിളയുളും, ധാന്യങ്ങളെയും മറ്റും വിളവും. രണ്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് തൊക്ക്, വർദ്ധിച്ച്. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇയൽ പുളി, ധർമ്മഗ്രന്ഥങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട രീതിയിൽ കോലോച്ചും ഭരണം നടത്തുന്ന മന്നവൻ രാജാവിന്റെ നാട്ടിലുള്ളവ സമൃദ്ധമാവും. നീതിശാസ്ത്രങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട രീതിയിൽ സദ്ഭരണം നടത്തുന്ന രാജാവിന്റെ നാട്ടിൽ ഒരു കാലത്തും ഒന്നിനും ക്ഷാമമുണ്ടാവുകയില്ല. സുലഭമായ മഴയും സമൃദ്ധമായ വിളവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം രാജധർമ്മം അധികാരം 55 ചെങ്കോന്മൈ സദ്ഭരണം. കുറൾ 545 ഇയൽ പുളിക്കോൽ ഓച്ചും മന്നവൻ നാട്ടപ്പയലും വിളയൂളും തൊക്കു. മുറപോൽ ഭരിക്കുന്ന രരജന്റെ നാട്ടിൽ മഴ പൊഴിയലും വിളയും കേമം. ഋതുക്കളുടെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ കാലം അനുസരിച്ച് വർഷകാല മഴ പൊഴിയലും ധാന്യങ്ങളും മറ്റ് വിളവുകളും ധാരാളം ഉണ്ടായി ധർമ്മഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്ന രീതിയിൽ
സദ്ഭരണം നടത്തുന്ന നിർബന്ധ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെ. നമ്മളും സമൃദ്ധരാകും എന്ന് വിവക്ഷ. സിദ്ധാന്തം, സദ്ഭരണം, നേതൃത്വം, രാഷ്ട്രീയം, അജാതശത്രു, യോഗക്ഷേമം, ധർമ്മം, നേതാവ്, പ്രത്യയശാസ്ത്രം, ജനാധിപത്യം, സൗഹാർദ്ദം തുടങ്ങിയ പേരുകളുടെ അന്വർത്ഥത ഒരു രാജാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നു. ചിലർക്ക് ഭരണ നേതൃത്വം ലഭിക്കുന്നത് പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റു ചിലർക്കത് വെട്ടിപ്പിടിച്ച് ലഭിക്കുന്നതാവാം. ചിലർ ദുർഭരണ അധികാരികളിൽ നിന്ന് സദ്ഭരണത്തെ കാഴ്ചവെക്കുന്നതിനും തിരിച്ചും ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴത്തെ ചില നേതാക്കൾ രാജകുമാരന്മാരെ പോലെയാണ്. ചിലർ അവരുടെ പ്രവൃത്തികളിലൂടെയും സേവനത്തിലൂടെയും മഹത്വം നേടിയെടുക്കുന്നു. മറ്റു ചിലർ മഹത്വം നഷ്ടപ്പെടുത്തുന്നു. നേടിയെടുത്ത മഹത്വത്തോടെ അവർ ജീവിതകാലം വരെ മുഴുവൻ കാലവും നല്ലൊരു നേതാവായി ജനഹൃദയങ്ങളിൽ തുടരുന്നു. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഛത്രപതി ഷാഹു മഹാരാജ് എന്ന ജനകീയ രാജാവ്. ഛത്രപതി ഷാഹു മഹാരാജാവിന്റെ സ്മരണകൾക്ക് മെയ് 6, 2022 100 വർഷം തികഞ്ഞു. സാമൂഹ്യ പരിഷ്കരണവും സ്ഥിതി സമത്വവും ലക്ഷ്യമാക്കി അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളിൽ പലതും പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ തന്നെ മാതൃകയാകുകയാണുണ്ടായത്. സ്വതന്ത്ര ഇന്ത്യ യാഥാർത്ഥ്യമാകുന്നതിനും 5 പതിറ്റാണ്ട് മുൻപ് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ എന്ന കൊച്ചു നാട്ടുരാജാവ് സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും അധസ്ഥിതി നവോത്ഥാനത്തിന്റെയും പുതുവഴികൾ വെട്ടിത്തുറന്ന് ഇന്ത്യക്ക് ആകെ മാതൃകയാവും വിധം സദ്ഭരണം നടത്തിയ രാജാവായിരുന്നു. രാജർഷി ഛത്രപതി ഷാഹു മഹാരാജ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തൻ്റെ രാജ്യത്ത് നിയമം മൂലം ഐത്തോച്ചാരണം നിരോധിച്ചു. അതുപോലെ തന്നെ ശൈശവ വിവാഹം, ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കൽ, ശൈശവ വിവാഹത്തിന് കടിഞ്ഞാണിട്ടു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി. വിധവാ വിവാഹത്തിന് നിയമസാധുത നൽകിയും 50% സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തുകയും കൂടാതെ വെഡോക്ക വിവാദം എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ കലാപം നീതിന്യായ വ്യവസ്ഥയുടെ പിൻബലത്താൽ അതിജീവിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അതോടെ ഷാഹു രാജാവ് ജനകീയനായി മാറി. കേംബ്രിഡ്ജ് സർവകലാശാല അദ്ദേഹത്തിന് LLD ബിരുദം നൽകി ആദരിച്ചു. അതെ, ഇതുപോലെയാണ് നീതിശാസ്ത്രങ്ങളിൽ പറയുന്ന രീതിയിൽ സദ്ഭരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടത്തുന്ന ഒരു രാജാവ്, ഒരു നായകൻ, അയാളുടെ നാട്ടിൽ ഒന്നിനും ഒരു ക്ഷാമവും ഉണ്ടാവുകയില്ല. ധാരാളമായി ലഭിക്കുന്ന മഴയും അധികമായ വിളവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു നൃപന്റെ സദ്ഭരണം സമൂഹത്തിന് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാക്കും. രാജാവ് യശസ് നേടിയെടുക്കുന്നതിനോടൊപ്പം വളരെ വളരെ വർഷങ്ങളോളം പ്രശോഭിച്ചുകൊണ്ടേയിരിക്കും ജനമനസ്സുകളിൽ. തിരുവള്ളുവർ പറയുന്നു, ഇവിടെ ഈ കുറളിൽ പറയുന്നത് മഴയും സമ്പദ് സമൃദ്ധിയും ഏതുപോലാണോ അതുപോലാണ് രാജധർമ്മവും അരജനും. കുറൾ 545. ഇയൽ പുളിക്കോൽ ഓച്ചും മന്നവൻ നാട്ടപ്പയിലും വിളയൂളും തൊക്കു. മുറപോൽ ഭരിക്കുന്നൊരരജന്റെ നാട്ടിൽ മഴ പൊഴിയലും വിളയും കേമം. ഓവർ. താങ്ക് യു സർ. നസീമാം ഉണ്ടോ? നസീമാമാണ് പറയേണ്ടത്. നസീമ ഇടയ്ക്കുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇപ്പോ ഇല്ല കേട്ടാ, നമ്മുടെ ഇതിൽ ഇല്ല, ഗ്രൂപ്പിലില്ല. ഇല്ല. ലീല മാം അതും കൂടെ അങ്ങ് വായിച്ചു വിടും അല്ലേ? ഇയൽ പുളിക്കോൽ ഒച്ചും മന്നവൻ നാട്ടപ്പയിലും വിളയൂളും തൊക്കു. മുറപോൽ ഭരിക്കുന്നൊരരജന്റെ നാട്ടിൽ മഴ പൊഴിയലും വിളയും കേമം.
Rain and crops abound in land of the king who executes justice truly. Who executes justice truly. Over. Over. 546. ഹലോ, ഇതെല്ലാം വളരെ ലഘുവായിട്ടാണ് വള്ളുവർ പറഞ്ഞിരിക്കുന്നത്. നെറ്റ് എറർ ആയിട്ടാണ്. ഞാൻ വായിക്കട്ടെ. ഹലോ, മേഡാണ്. നെറ്റ് എറർ ആണ് സാറേ. അപ്പൊ വായിച്ചോളൂ, പറഞ്ഞോളൂ. 545 വായിച്ചോളൂ. ടീച്ചറെ സ്ക്രീൻ മാറ്റ്. നസീം മേഡം വായിച്ചോളൂ. Okay, thank you, sir. Rain and crops abound in land of the king who executes justice truly. Here, referring a fundamental principle in Tirukural, often highlighted in the chapters of righteous governance. The idea is that a king or a ruler or government who truly executes justice will ensure the prosperity of their land, including abundant rain and bountiful crops. We can see Tiruvalluvar, the author of the Tirukural, points a deep connection between the moral uprightness and just rule of a leader and the natural well-being of their domain. It is not just a poetic metaphor. It reflects an ancient belief system where the conduct of the ruler directly influences cosmic order and consequently the physical environment. The core idea we can see where people can work without fear, leading to productive agriculture, and also including water and essential for crops. And then also which creates the conditions for nature to bless the land. And then in many ancient traditions, injustice was like droughts or floods, etc. So it's about a holistic well-being where human righteousness align with the natural abundance. Then outcome against cruel, we can see the people live in fear and despair. Farmers abandon their lands due to heavy taxes and injustice, or they lack the motivation to cultivate diligently, knowing their harvest might be unfairly seized. Over time, the land suffers. The Quran implies that even natural phenomena like rain become erratic or insufficient, perhaps due to neglect of irrigation systems or a breakdown of community affairs. That means which flourish under justice. The land yields major crops, leading to famine and widespread suffering. The land's barrenness reflects the moral barrenness of its ruler. These examples illustrate the powerful correlation Tiruvalluvar draws between the justice of a ruler and the physical property, particularly agricultural boundary of their land. Thank you, sir. Over to you, ma'am. 546 വേലന്റെ വെன்றി തരുവത് മന്നവൻ കോലത് കോടാ ഇത് എനിൻ. ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് എടുക്കുകയാണ്. മന്നവൻ ആദ്യത്തെ വരയിൽ രണ്ടാമത്തെ വാക്ക്, വെன்றി മൂന്നാമത്, തരുവത്, വേലൻറ് ആദ്യത്തെ വരയിൽ ആദ്യത്തെ വാക്ക്. മന്നവൻ അർജന്റെ, വെன்றി വിജയത്തെ, തരുവത് കൊടുക്കുന്നത്, യുദ്ധങ്ങളിലും മറ്റും വിജയം ഉണ്ടാക്കുന്നത്, വേലൻറി അവൻ ശത്രുക്കളിന്മേൽ ആഞ്ഞെറിയുന്ന വേലല്ല, മറിച്ച് രണ്ടാമത്തെ ആദ്യത്തെ വാക്ക് കോൽ അവന്റെ ചെങ്കോൽ തന്നെയാണ്. ആദും ആ ചെങ്കോൽ കോടാതെ വളയാതെ നിഷ്പക്ഷമായി ആയിരിക്കണം എന്ന് മാത്രം. ചെങ്കോൽ വളയാതിരുന്നാൽ അത് തന്നെ അവന്
യുദ്ധത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നന്മ നേടിക്കൊടുക്കും എന്ന് കവി വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. കുറൾ 546. വേലൻറു വെൻറി തിരുവതു മന്നവൻ കോൽ അതും കോടാതു എനി വേലല്ല വെற்றிയേകുന്നു നൃപന്റെ ചെങ്കോലത് നിഷ്പക്ഷമായാൽ. യുദ്ധങ്ങളിലും മറ്റും ഒരു രാജാവിനെ വിജയിയാക്കുന്നത് അവൻ പ്രയോഗിക്കുന്ന വേൽ മുതലായ ആയുധങ്ങളല്ല, നീതി പിഴയ്ക്കാത്ത നിഷ്പക്ഷമായ രജന്റെ ചെങ്കോൽ തന്നെയാണ്. സൈന്യശക്തിയേക്കാൾ ധർമ്മശക്തിയാണ് യുദ്ധത്തിൽ ജയം നേടുന്നത്. ആർഷഭാരത ഇതിഹാസമായ മഹാഭാരതത്തിൽ 13 തവണ ആവർത്തിച്ചു വരുന്ന ഒരു സംസ്കൃത ശ്ലോകമാണ് യഥോ ധർമ്മസ്തതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകും എന്നാണ് ഇതിനർത്ഥം. ഇത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക മുദ്രാവാക്യം കൂടിയാണ്. ആർഷഭാരത ചിന്തയിലെ ഒരു അടിസ്ഥാന തത്വത്തെ ഈ വാക്യം അടിവരയിടുന്നു. നീതി യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ധാർമ്മിക പെരുമാറ്റം ആത്യന്തികമായി വിജയം ഉറപ്പാക്കുന്നു എന്ന വിശ്വാസത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. അതുപോലെ തന്നെയാണ് രക്ഷതോ ധർമ്മോ രക്ഷതി രക്ഷിത. അതായത് രാജാവ് ധർമ്മത്തെ രക്ഷിക്കുന്നു, ധർമ്മം രാജാവിനെയും രക്ഷിക്കുന്നു. ധർമ്മമാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം. സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ വരുന്ന സാധുജനങ്ങളെ കാണാതെ, സൗമനസ്യപൂർവം അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മനസ്സിരുത്തി കേൾക്കാൻ ഒരുങ്ങാതെ, ആ ദുഃഖങ്ങൾക്ക് പ്രതിവിധി കാണാൻ താല്പര്യമില്ലാതെ, യുക്തമായ ധർമ്മം നിറവേറ്റാതെ സ്വന്തം സുഖങ്ങളിൽ മതിമറന്ന് അഭിരമിച്ചു കഴിയുന്ന നൃപൻ ക്രമേണ അധപതനത്തിന്റെ അഗാധതയിലാണ്ട് നശിച്ചു പോകുന്നു. രഘുവംശ പരമ്പരയിലെ അവസാനത്തെ രാജാവായ അഗ്നിവർണ്ണൻ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനങ്ങളെ തിരസ്കരിക്കുന്ന ഒരു രാജാവിനെ ജനങ്ങളും, ധർമ്മത്തെ തിരസ്കരിക്കുന്നവനെ ധർമ്മവും തിരസ്കരിക്കും. അതോടെ ഒരു രാജവംശം തന്നെ അവസാനിച്ചു എന്നും വരാം. അതുപോലെ ചിലപ്പതികാരത്തിൽ കോവലന്റെ പേരിലുള്ള ആരോപണത്തെക്കുറിച്ചും മതിയായ അന്വേഷണം നടത്താതെ ശിക്ഷ വിധിച്ച പാണ്ഡ്യ മഹാരാജാവിന്റെ വീഴ്ചയും ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഇതെല്ലാം ധർമ്മം ധർമ്മമായി തന്നെ നിലനിന്ന കാലത്താണെന്നത് വളരെയധികം പ്രസക്തമാണ്. അങ്ങനെയൊരു കാലത്താണ് തിരുക്കുറൾ പോലുള്ള നീതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. കാലം എത്രയോ മാറി, ധർമ്മസങ്കല്പങ്ങൾ മാറി. അധർമ്മം ധർമ്മവും ധർമ്മം അധർമ്മവുമായി. അധർമ്മികൾ സിംഹാസനാരൂഢനായി, അസത്യം സത്യമായി. ഇന്ന് കുറൾ സൂക്തങ്ങൾക്ക് എന്തു പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഇന്നാണ് അവയ്ക്ക് കൂടുതൽ പ്രസക്തി എന്നാണ് അതിനുത്തരം. കാരണം മരണമില്ലാത്ത മൂല്യങ്ങൾ തന്നെയാണ് ലോകത്തെ എക്കാലത്തും നിലനിർത്തുന്നത്. മറ്റെല്ലാം വെറും താൽക്കാലികം മാത്രം. കുറൾ 546. വേറെൻറു വെൻറി തിരുവതു മന്നവൻ കോലതും കോടാതു എനി വേലല്ല വെറ്റിയേകുന്നു നൃപന്റെ ചെങ്കോലത് നിഷ്പക്ഷമായാൽ. താങ്ക് യു. കുലകണ്ണൻ സാർ ഉണ്ടോ? വയനാർ സാറേ സാറില്ല. കാണുന്നില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉഷ മാം അത് വായിച്ചിട്ട് കാണത്തില്ല. Okay. Thank you, sir. Weapon is not bringing victory to the king. It is his rule that to only be truthful. Thank you. അടുത്ത 547. இறை காக்கும் வையகம் எல்லாம் அவனை முறை காക്കും മുട്ടാച്ചെയിൻ. ഇറൈ ആദ്യത്തെ വാക്കെടുക്കുകയാണ്. ഇറൈ രാജാവ്. ഇറൈ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവ്. ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് വൈയകം എല്ലാം, ഈ ലോകം മുഴുവനും കാക്കും, കാത്തു രക്ഷിക്കും. മുറൈ അവന്റെ ചെങ്കോൽ ധർമ്മം. അടുത്തത് മുട്ടാച്ചെയിൻ, എന്ത് തടസ്സം വന്നാലും ധർമ്മനിഷ്ഠയോടെ തന്നെ അങ്ങനെ ചെയ്യുന്ന പക്ഷം കാക്കും, അവനെയും രക്ഷിക്കുന്നു. രാജാവ് തികഞ്ഞ ധർമ്മനിഷ്ഠയോടെ ലോകത്തെ കാത്തു രക്ഷിക്കുന്നു. ചെങ്കോൽ വളയാതെ നീതിക്ക്
ഭ്രംശം വരാതെ ഏത് പ്രതിസന്ധിയിലും ഭരണം നടത്തുന്ന പക്ഷം ആ ധർമ്മം രാജാവിനെയും കാത്തു രക്ഷിക്കുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം രാജധർമ്മം അധികാരം 55 ചെങ്കോന്മൈ സദ്ഭരണം. മഹത് ജന്മത്തിനുടമയായ തിരുവള്ളവരെ നമസ്കരിച്ചുകൊണ്ട് കുറൾ 547 ഇറൈ കാക്കും വയ്യകം എല്ലാം അവനെ മുറൈ കാക്കും മുട്ടാച്ചെയിൻ മന്നവൻ കാക്കുന്നു ലോകത്തെ ധർമ്മമോ തന്നെയും നിഷ്കർഷിച്ചിടി. ഒരു ഭൂപാലൻ തന്റെ ധർമ്മത്തെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, കാത്തുരക്ഷിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ ഭരണപ്രതീകമായ ചെങ്കോൽ അദ്ദേഹത്തെയും കാത്തുരക്ഷിക്കുന്നു. ഒരു രാജാവ് ജനങ്ങൾക്കുണ്ടാക്കുന്ന സന്തോഷം എന്നത് വെറും ഭൗതിക വികസനമായിട്ടല്ല, മറിച്ച് ഐക്യത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും വ്യാപകമായ വലിയ ബോധമായിട്ടായിരുന്നു മനസ്സിലാക്കപ്പെട്ടത്. ഒരു യഥാർത്ഥ നേതാവിന് അഥവാ ഭരണാധിപന് വേണ്ട കൗടില്യന്റെ മാനദണ്ഡങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിരുന്നവരെ അദ്ദേഹം രാജർഷി എന്ന് സംബോധന ചെയ്തിരുന്നു. രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ധാരണ ഇങ്ങനെയായിരുന്നു: യഥാ രാജ തഥാ പ്രജ. ശാന്തിപർവത്തിലെ ഭീഷ്മർ മുതൽ അർത്ഥശാസ്ത്രത്തിലെ കൗടില്യർ വരെ രാജകാലസ്യ കരണം, കാലത്തിന് രാജാവ് ഉത്തരവാദിയാണെന്ന് വാദിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമൂഹത്തെ വാർത്തെടുക്കാൻ ഭരണാധികാരികൾ ഉത്തരവാദികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ അർത്ഥത്തിൽ നല്ല ഭരണം ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് ഒരു രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചും കൂടിയാണ്. പുരാതന ഇന്ത്യൻ തത്വചിന്തകർ യോഗക്ഷേമം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ നല്ല പെരുമാറ്റവും ക്ഷേമവും അതും നല്ല ഭരണത്തിന്റെ അല്ലെങ്കിൽ രാജധർമ്മത്തിന്റെ അടിസ്ഥാനമായി പ്രസ്താവിക്കപ്പെടുന്നു. ശുക്ല യജുർവേദത്തിൽ ഒരു രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്: എന്റെ പ്രജകൾ തൃപ്തരാകട്ടെ, എന്റെ കന്നുകാലികൾ തൃപ്തരാകട്ടെ, എന്റെ ആളുകൾ തൃപ്തരാകട്ടെ, എന്റെ ആളുകൾ ദരിദ്രരാകരുത്. നോക്കൂ, എത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അതെ, ഇത് തന്നെയാണ് ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നതും. ഒരു ഭൂപാലൻ തന്റെ ധർമ്മത്തെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, കാത്തുരക്ഷിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ ഭരണപ്രതീകമായ ചെങ്കോൽ അദ്ദേഹത്തെയും കാത്തു രക്ഷിക്കും. ഓവർ. താങ്ക് യു സർ. Tirukular chapter 55, 10 squirrels focused on justice and reinforces the idea that the king just ruled essential for the well-being and prosperity of the kingdom. Quran 547 states that king protects every citizen, the good administration hold safe king who cares people with justice. It is not the land that brings the victory to the prince. It is his scepter, provided it is straight and does not lend to either side. This verse emphasizes that a king's rule, power, and ability to protect his people comes from his just and impartial rule, symbolizes by his scepter, rather than from the military strength alone. It highlights that the importance of righteousness and fairness in governance. Thank you. Over. 548, അതായത് ഒരു പരാതിക്കാരൻ
അല്ലെങ്കിൽ ജനങ്ങൾ പരാതിയുമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സാഹചര്യമാണ് കവി ഇവിടെ പറയുന്നത്. എൻ പദത്താൻ സമയം തീരെ ഇല്ലാത്ത മട്ടിൽ തിരക്ക് പിടിച്ചവനായി ഓരോ അവർ അറിയിച്ച കാര്യത്തെക്കുറിച്ച് നീതിബോധമുള്ള മറ്റു പലരോടും വേണ്ടത്ര ആലോചിക്കാതെ മുറ ചെയ്യ സത്യം എന്താണെന്നോ അതിനനുസരിച്ചുള്ള വിധി നൽകാത്ത മന്നവൻ രാജാവ് തൻ പദത്താൽ താണ അവസ്ഥയിലേക്ക് അധപതിച്ച് താനെ കെടും, സ്വയം നശിച്ചു പോകുന്നു. തന്നെ അന്വേഷിച്ച് തന്നോട് പരാതി പറയാനും അതിന്റെ പരിഹാരം കാണാനും വേണ്ടി വരുന്നവരെ സമയമില്ലാത്ത മട്ടിൽ തിരക്ക് കാണിച്ച് അവഗണിക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട, ആ രാജാവ് തന്നെത്താൻ തന്നെ താന്ന നിലയിലേക്ക് ചെന്ന് അധപതിച്ച് നശിച്ചു പോകും. ഓവർ. ശ്രീകുമാരി മാം ആണോ? ശ്രീകുമാരി മാം ആണോ പറയേണ്ടത്? അതെല്ലോ, ശ്രീകുമാരി മാം പോയോ? ഉണ്ടല്ലോ. ശ്രീകുമാരി മാം കേൾക്കുന്നില്ലേ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പം കേൾക്കുന്നുണ്ട്. കുറൾ 548. എൺപതത്താൽ ഓരോ മുറൈ ചെയ്യാമന്നവൻ തൻപതത്താൽ താനേ കെടും. സങ്കടം കേൾക്കാതെ ആരാഞ്ഞു ചെയ്യാതെ വാഴുന്ന മന്നവൻ താനേ നശിച്ചിടും. അവസരം നൽകി ആരാഞ്ഞു മുറ ചെയ്യാത്തോരരജൻ കെടും താണു താനേ. എന്ന് വെച്ചാല് സങ്കടം കേൾക്കാതെ അനീതികൾക്ക് എതിരെ ശബ്ദമുയർത്താതെ ഒരു മന്നവൻ രാജാവ് ഇരുന്നാൽ അത് ആ രാജാവിന് തന്നെ നാശം സംഭവിക്കുവാനുള്ള ഇടയുണ്ടാക്കും. രാജാവ് തന്നെത്താൻ നശിക്കും എന്നാണ് പറയുന്നത്. പ്രജകളുടെ ദുഃഖങ്ങളും അവരുടെ വിഷമങ്ങളും രാജാവ് അറിയണം. അവരുടെ സങ്കടങ്ങളെ കേട്ട് നാട്ടിൽ നടമാടുന്ന അനീതികളെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാത്ത രാജാവ് സ്വയം നശിക്കും. ശത്രുക്കളാൽ രാജ്യത്തെ പ്രജകൾക്ക് ദുരിതങ്ങളും അക്രമങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിനെല്ലാം രാജാവ് പരിഹാരം കാണണം. ഇതിനെ അറിഞ്ഞ് നീതി തേടി വരുന്ന പ്രജകളോട് രാജാവ് അനുകൂല നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം. ആരാണോ അവരുടെ സങ്കടങ്ങൾ കേട്ട് പരിഹാരം കണ്ട് അവർ സന്തോഷനായ രാജാവിന് പ്രജകളെയും രാജാവിന്റെ പ്രജകളുടെ ഭാവി ക്ഷേമ പ്രവർത്തനങ്ങളെ എപ്പോഴും കാര്യമായി കർമ്മം പ്രജകളെ ഒരിക്കലും വേദന. നസീം മാം റെഡിയാണോ? താങ്ക് യു. 548. എൺപതത്താൻ ഓരോ മുറൈ ചെയ്യാമെന്ന്. താങ്ക് യു. താങ്ക് യു മാം. Yes, yes. Thank you, ma'am. സ്ക്രീൻ നോക്കട്ടെ കേട്ടോ, നെറ്റ് എറർ ഉണ്ട്. ഒരു മിനിറ്റ്. ഓമന മാം ഒന്ന് വായിക്കുക. അത് സ്ക്രീൻ എനിക്കിത് കിട്ടുന്നില്ല, നെറ്റ് എറർ ആയിട്ട്. ഇംഗ്ലീഷ്. King who does not do justice humbly to redress grievances of citizens will descend from power and spoil himself. Thank you, ma'am. Imagine a king or a leader. Their main job is to take care of their people and make sure everyone is treated fairly. Qural 548 is like a simple warning for this king. If a king is not easy to talk to and doesn't properly fix people's problems, he will cause his own downfall. If
you have a problem, like your bike is broken and you need help, but the person who can help you, example, the king always has their door locked or never answers their phone or always looks too busy to listen. That is what is this mean. The king is too busy, too proud or too far away. People can't tell him what is wrong. Then this is really important. It means the king himself is causing his down trouble. Then also people will stop respecting him. They might get angry and rebel. The kingdom will become weak. A good leader must always be ready to listen to their people and then make their fair and right decisions to solve their problems. If they don't, they will lose their power and ruin everything for themselves and their people. Thank you, ma'am. Or to you. Thank you, ma'am. 549 കുടിപുറം കാത്ത് ഓമ്പി കുറ്റം കടിതൽ വടു അன்று വേന്തൻ തൊഴിൽ. കുടിവാഴുന്ന ജനങ്ങളെ പുറം കാത്ത് പുറമേ നിന്നുള്ള അന്യരുടെ ആക്രമണം മുതലായ ഭയങ്ങളിൽ നിന്ന് രക്ഷിച്ച് ഭരണം നടത്തുന്നതും, കുറ്റം അവ തന്നെ കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ കുറ്റത്തെ വിചാരണ ചെയ്ത് കടിതൽ ശിക്ഷിക്കുന്നതും വേന്തൻ തൊഴിൽ രാജാവിന് വിധിക്കപ്പെട്ട ധർമ്മമാകുന്നു. വടുവன்று അത് അവന് ഒരു പഴിയല്ല, ശരിക്കും അവന്റെ ധർമ്മത്തിൽ പെടുന്നതാണ്. പുറം ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ രക്ഷിക്കുമ്പോൾ അവർ തന്നെത്താൻ ചെയ്യുന്ന തെറ്റുകളെയും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ട്. രാജാവിനെ ആരും പഴിക്കുകയില്ല എന്ന് കവി പറയുന്നു. താങ്ക് യു സർ. കുറൽ 549. കുടിപുറം കാത്തു ഓമ്പി കുറ്റം കടിതൽ വടു അன்று വേന്തൻ തൊഴിൽ. കുടികളെ കാക്കലും പിഴകൾ ദണ്ഡിക്കലും പഴിയല്ല ദരജന്റെ ധർമ്മം. ഒരു രാജ്യം ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭരണത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ അത് ധർമ്മരാജ്യമാകൂ. സ്വന്തം നിലയ്ക്ക് ഒരു നാട് ചീത്തയല്ല, നല്ലതുമല്ല. അതിനെ നല്ലതും ചീത്തയുമാക്കുന്നത് ഭരണമാണ്. കുടിവാഴുന്ന ജനങ്ങളെ പുറമേ നിന്നുള്ള ഭയങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. കുറ്റങ്ങൾ കാണുമ്പോൾ മുഖം നോക്കാതെ ശിക്ഷിക്കണം. ശിക്ഷ ലഘുവാകുന്നതും തീരെയില്ല എന്ന് വരുന്നതും കുറ്റവാളികൾക്ക് പ്രോത്സാഹനമാകും. അത് കാരണം നാട്ടിൽ സമൂഹദ്രോഹികളുടെ സംഖ്യ വർദ്ധിക്കും, നാട് നശിക്കും. കുറ്റവാളികൾ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരോട് പ്രീണന നയം പാടില്ല. അവരെ ശിക്ഷിക്കുന്ന നൃപൻ തീർച്ചയായും കുറ്റങ്ങൾക്ക് അതീതനായിരിക്കണം. അല്ലെങ്കിൽ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയും പോലെയാകും. കള്ളനു പറ്റിയ രാജാവും രാജാവിന് പറ്റിയ കള്ളനും എന്നതാവും സ്ഥിതി. മൊത്തത്തിൽ നാട് കള്ളന്മാരുടെ സ്വന്തം നാട് എന്ന സ്ഥിതിയിലേക്ക് താഴും. സത്ഭരണത്തിൽ ഇത്തരം ഹീനതകൾ ഉണ്ടാവില്ല. കുറൽ പ്രതിപാദിക്കുന്ന ചെങ്കോൽ, തമിഴിൽ സെങ്കോൾ എന്നറിയപ്പെടുന്ന ചെങ്കോൽ ഒരു മന്നനെ തൻ്റെ പ്രജകളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അവരെ എത്രത്തോളം കാക്കുന്നുവോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം നല്ല ഭരണം അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ചോള രാജാക്കന്മാർ പോലുള്ള പുരാതന ഇന്ത്യൻ രാജ്യങ്ങളുടെയും രാജവംശങ്ങളുടെയും കിരീടധാരണ സമയത്ത് പ്രതീകാത്മകമായ ചെങ്കോൽ ഉപയോഗിക്കുന്നത് പതിവായതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുരാതന ഹിന്ദു രാജാക്കന്മാർ പിന്തുടർന്ന അധികാര കൈമാറ്റത്തെ പ്രതീകപ്പെടുത്തുന്ന തിരുവാടുതുറൈ അധീനം 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ട അത് രാത്രിയിൽ അത്തരമൊരു ചെങ്കോൽ ജവഹർലാൽ നെഹ്റുവിന് സമ്മാനിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചറിയാം. അന്നത്തെ ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ അലഹബാദ് മ്യൂസിയത്തിലാണ് ചെങ്കോൽ പിന്നീട് സൂക്ഷിച്ചിരുന്നത്.
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സമ്മാനിച്ച സ്വർണ്ണവടിയെന്ന് തെറ്റായും ഇത് അടയാളപ്പെടുത്തിയതായും നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. 2023 പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട, അതായത് 9/10/2023 പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിൽ ഈ സ്വർണം പൂശിയ ചെങ്കോൽ സ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. 1947 ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചെങ്കോൽ സമ്മാനിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായും നമ്മൾ അഭിമാനത്തോടുകൂടി കാണപ്പെടുന്നു. ഇത് ചുരുക്കം ചില ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചകൾക്ക് കാരണമായെങ്കിൽ പോലും ഇന്നും ആ അഭിമാനത്തോടുകൂടി ആ ചെങ്കോൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കുറൾ 549 കുടിപ്പുറം കാത്തു ഓമ്പി കുറ്റം കടിതൽ വടു അൻറുവേന്തൻ തൊഴിൽ കുടികളെ കാക്കലും പിഴകൾ തെണ്ടിക്കലും പഴിയല്ല തരജന്റെ ധർമ്മം. താങ്ക് യു. Quran 549 translates in English. Duty of king is to save and protect citizen without fault and to rule by duty, punishing the faulty. To punish a crime in order to protect and nurture one's subject is not a blot on the king but his duty. For a king who would guard and cherish his people, to punish crimes is a duty, not a defect. This verse emphasizes that a ruler's responsibility includes punishing wrongdoers to protect the well-being of his subject. It is not a flaw in his governance, but rather an essential part of his duty to maintain order and justice. Here is a breakdown. For a king who would guard and cherish his people, that means this highlights the king's role as a protector and nurturer of his subjects. Then to punish crimes his duty, not a defect. That is, this clarifies that administrating justice, even though punishment is a necessary and integral part of a king's responsibilities, not a negative attribute. Thank you. കുറൾ 550 கொலையின் கொடியாரை வேந்து ஒருத்தல் பைங்கூழ் களை കട്ടതിനോട് നേർ. ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് വേന്ത് രാജാവ്. ആദ്യ രണ്ടാമത്തെ വാക്ക് കൊടിയാരൈ മഹാദൃഷ്ടന്മാരായിട്ടുള്ളവരെ. ആദ്യത്തെ വാക്ക് ആദ്യത്തെ വരിയിലെ കൊലയിൻ വധത്തിലൂടെ. ആദ്യത്തെ വരിയിലെ നാലാമത്തെ വാക്ക് ഓർത്തൽ ശിക്ഷിക്കുന്നത് നല്ലവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് എങ്ങനെയെന്നാൽ സ്വന്തം കൃഷിയിടത്തെ രക്ഷിക്കാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരു കൃഷിവലൻ പൈങ്കൂൾ കതിരുകളെ കാത്തു പാലിക്കുവാൻ വേണ്ടി മാത്രം കളൈ ഇടയിൽ ഉണ്ടാവുന്ന കളകളെ കട്ടതിനോട് ഉന്മൂലനം ചെയ്യുന്നതിനോട് നേർ തുല്യമാകുന്നു. ഒരു രാജ്യം ഭരിക്കുമ്പോൾ ദുഷ്ടന്മാരും അക്രമം ചെയ്യുന്നവരും കള്ളന്മാരും എല്ലാം അതിലുണ്ടാവും. അപ്പൊ അവരെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നൽകുകയും വേണ്ടി വന്നാൽ വധിക്കുകയും ചെയ്യുന്നത് ഏതിനെ പോലെയാണ്? ഇന്ന് കവി പറയുന്നത്, വയലിലെ കൃഷി ചെയ്യുമ്പോൾ നെല്ല് വിതച്ച് അത് ധാന്യമായി വരുന്ന മുറയ്ക്ക് ഇടയിടയ്ക്ക് ഉണ്ടാകുന്ന കളകളെ അത് സമയാസമയങ്ങളിൽ വേരോട് പിഴുത് കളയുന്നതിന് തുല്യമാകുന്നു. കള പറിക്കുന്നത് പോലെയാണ് കളവും മറ്റും ചെയ്യുന്ന ആൾക്കാരെയും കൊല ചെയ്യുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അത് ധർമ്മത്തിന്റെ മാർഗമാണ്, അല്ലാതെ രാജാവിന് ദോഷമുണ്ടാക്കുന്ന ഒന്നല്ല എന്ന് കവി പറയും. ഓക്കെ, ഇന്നത്തെ അവസാന കുറൽ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കുറലിന്റെ
അതേ ഇതിവൃത്തം തന്നെയാണ് ഈ 509. കൊലയിൻ കൊടിയാരൈ വേന്തു ഉറുത്തൽ പൈങ്കുൾ കളൈ കട്ടതനൊടു നേർ വധമേകി മന്നവൻ ദുഷ്ടരെ ശിക്ഷിക്കൽ കതിർ കാക്കാൻ കള നീക്കും പോലെ. വിളകൾ സംരക്ഷിക്കാൻ കളകൾ പറിച്ച് കളയുന്നത് പോലെ രാജാവ് ക്രൂരന്മാർക്ക് വധശിക്ഷ വിധിക്കുന്നു. പെരും കുറ്റം ചെയ്യുന്നോരെ കഴിവേറ്റി ഹനിച്ചിടൽ കൃഷി സംരക്ഷണത്തിനായി കളപറിക്കും പോലെയാം. ഇന്നത്തെ ഈ കുറൽ അവസാനിക്കുമ്പോൾ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു വാക്യം, ഉപഭോക്താക്കളെ മഹാരാജാവിനെ പോലെ കരുതണം, രാജാവ് ഭൃത്യന്മാരുടെ ദാസനായിരിക്കണം. കത്തോലിക്ക സഭയിലെ പരമാധ്യക്ഷനായ റോമയിലെ മാർപ്പാപ്പ തന്റെ ഏത് കത്തുകൾ എഴുതുമ്പോഴും ആദ്യത്തെ വാചകമായി കുറിക്കുന്നത് ദാസന്മാരുടെ ദാസനായ ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. താൻ ആരുടെയും ദാസനായി ഇരിക്കേണ്ടവനാണ് ആ ആളാണെന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എഴുതുക. വിജയം നൽകുന്നത് കുന്തമല്ല, അത് രാജാവിന്റെ ചെങ്കോലാണ്. ഒരു രാജാവ് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നു. അവൻ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന നീതിയാൽ സംരക്ഷിക്കപ്പെടുന്നു. എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയാത്തവനും നീതിപൂർവം ഭരിക്കാത്തവനുമായ ഒരു രാജാവ് സ്വന്തം അധമ പ്രവർത്തികളാൽ നശിപ്പിക്കപ്പെടും. ഒരുവന്റെ പ്രജകളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടി ഒരു കുറ്റകൃത്യത്തിന് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് രാജാവിന്റെ മേലുള്ള കളങ്കമല്ല, മറിച്ച് അവന്റെ കടമയാണ്. ആ ക്രൂരമായ കൊലപാതകികളെ രാജാവ് കഠിനമായി ശിക്ഷിക്കുന്നത് എങ്ങനെ കാണണം? വിളയിലെ കളകൾ നീക്കം ചെയ്യുന്നതിന് തുല്യം പോലെ കരുതിയാൽ മതി. എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി, സന്തോഷം. ഇന്നത്തെ ദിവസം ഇവിടെ വന്നെത്തിയ എല്ലാവരോടും, അതുപോലെ തന്നെ ഈ ഖുറാൻ വിശദീകരണത്തിന് നേതൃത്വം നൽകിയ നയനാർ സാറിനോടും മറ്റെല്ലാ പരിഭാഷകരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഓവർ. താങ്ക് യു സർ. അടുത്ത ആഴ്ചയിലെ sacred verse ആ 550, like removing weeds to protect crops, the king decreased the death penalty for the cruel to protect the good. This Quran presents a stark but practical view of justice, likening the elimination of evil to the essential task of weeding a field. The proverb, "One bad apple spoils the barrel," perfectly captures the essence of this Quran. Just as a few noxious weeds can choke out an entire crop, a handful of truly cruel and incorrigible individuals can corrupt and endanger the entire society. The Quran suggests that for the well-being of the majority, it sometimes becomes necessary for the king to implement the ultimate punishment. This isn't out of malice, but out of a duty to protect the virtuous and ensure the safety of the
realm by decisively removing those who pose an existential threat to peace and order. The ruler safeguards the harmonious coexistence of their subjects. It is a harsh measure, but one presented as a necessary act of social husbandry, ensuring the flourishing of the good crops, the law-abiding and innocent citizens. Thus, Tirukural's just rule chapter illuminates the profound responsibility of leadership, where righteousness is the cornerstone of societal well-being. From impartial verdicts to the protection of the innocent, a just king fosters an environment where dharma flourishes and people prosper. These timeless verses serve as a guiding light for governance, emphasizing that true power lies in serving with unwavering equity and compassion. A small poem as a conclusion. In realms where justice brightly gleams, a nation's hope, a people's dreams, the ruler's heart, both kind and true, builds a world for me and you. Thank you, Sabu sir, Nayanar sir, and Joshi sir for bringing us all together in this platform. I value very much this opportunity for connecting with all of you. Thanks a lot for Usha ma'am, Sheila Begum ma'am, Naseem ma'am, Roy sir, George sir, and Srikumari ma'am, and all of you. Thank you, everybody. Matthew Thomas sir is there. Thank you, ma'am. Thank you. അടുത്ത ആഴ്ചയിലെ 56 ഇത്തവണ സദ്ഭരണം എങ്ങനെ ആയിരിക്കും, എങ്ങനെ വേണ്ടത് എന്ന് പറഞ്ഞ കവി അടുത്ത ആഴ്ച പറയുന്നത് ദുർഭരണം കൊണ്ട് എങ്ങനെയായിരിക്കും സ്ഥിതി, അല്ലെ എന്തായിരിക്കും അനുഭവം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈവിൾ റെയിൻ, ദ ക്രൂവൽ സെപ്റ്റർ, കൊടുങ്കോൺമൈ. ഇത്തവണ കൊടുങ്കോൽ നേരെ ഇല്ല ആണെങ്കിൽ എങ്ങനെയാണോ സദ്ഭരണം, ആ കോല് എന്ന് അതിൻ്റെ ധർമ്മം പിഴച്ചാൽ നേരിടേണ്ട ദുർഗതികൾ എന്തൊക്കെ ആയിരിക്കും എന്നാണ് അടുത്തതിൽ പറയുന്നത്. ദുർഭരണം. പിന്നെ ഇന്ന് ഇത്തിരി നെറ്റിന്റെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടായെന്ന് തോന്നുന്നു. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ വളരെ നന്നായിട്ട് എല്ലാവരും പിന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ഉപമയും അതിൻ്റെ ഉദാഹരണങ്ങളും എടുത്തു പറഞ്ഞ് നന്നായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനും ഇത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒന്നാണെന്ന് അത് കവി നമ്മളെ നന്നായിട്ട് ബോധിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഇനി ആർക്കെങ്കിലും കമന്റ് പറയണമെങ്കിൽ പറയാം. ഓക്കെ. പങ്കെടുക്കാത്ത ഒരു സാറുണ്ട്, മാത്യു തോമസ്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ മാത്യു തോമസ് സർ? സാറ് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയാണ് സാറ്. അപ്പൊ നമ്മുടെ നല്ലൊരു സദ്ഭരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് കുറളെടുത്താലും നമ്മുടെ ഇപ്പോഴത്തെ ഭരണവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും അവസ്ഥ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ചീഫ് മിനിസ്റ്റർമാരും അവിടെയുള്ള മറ്റു മിനിസ്റ്റേഴ്സും ആയിട്ട് ആ സംസ്ഥാനത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അവിടുത്തെ ഓരോ മേഖലയും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആരെയും നമ്മൾ കുറവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ്. കുറവുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ
അതിനെ നികത്തുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സദ്ഭരണം എന്ന് പറയുന്ന ഒരു വാക്ക് വരികയുള്ളൂ. അതുകൊണ്ടായിരിക്കണം തിരുവള്ളുവർ അടുത്ത ചാപ്റ്ററായിട്ട് ദുർഭരണം എടുത്തിരിക്കുന്നത്. അതിലൂടെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത യാത്ര പോകുന്നത് ദുർഭരണമാണെങ്കിൽ നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ചരിത്രത്തില് നമുക്ക് വന്നേക്കാവുന്ന ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ഓരോരുത്തരും വിലയേറിയ നല്ല നല്ല പോയിന്റുകളുമായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ആഴ്ച വന്നെത്തിയെങ്കിൽ ദുർഭരണത്തിന്റെ ഭവിഷ്യത്തുകളൊന്ന് അറിയാമായിരുന്നു. അടുത്ത ആഴ്ച ഒരു ദിവസം ഇവിടെ ഈ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമേ ദുർഭരണമുള്ളൂ. ബാക്കിയെല്ലാം നാട്ടിൽ വളരെ കറക്റ്റാ. നാട്ടിലൊക്കെ ദുർഭരണമേ ഉള്ളൂ. എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാൻ, കുറ്റമില്ല, ശിക്ഷയില്ല. അതാണ് നാട് കേരളം. അതാ കേരളം. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ അല്ല എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. ഒരു വശത്ത് അങ്ങനെയാണല്ലോ, നന്മയും തിന്മയും ഉണ്ടാവും, ഒരു വശം മാത്രമല്ല. അതാ പറഞ്ഞത്, സദ്ഭരണവും ദുർഭരണത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ദുർഭരണം ഏതൊക്കെ രീതിയിലൂടെ, ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ്. സദ്ഭരണത്തെ നമ്മൾ പിന്നെ കണ്ടില്ലെന്ന് നടിക്കും. എന്തുപോലെ നമുക്ക് നല്ല ജീവിതം കിട്ടിയാലും നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് പോലെ അല്ലേ റോയ് സർ? അതെല്ലാം തിരുവള്ളുവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ. അമേരിക്കയിൽ എങ്ങനെയുണ്ട് മാം, സൽഭരണമാണോ? ഇവിടെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. വായിച്ചു കാണൂല്ലോ പത്രത്തിലൊക്കെ? വായിച്ചു. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ, അത് പ്രകൃതിയല്ലേ. ടെക്സസിലല്ലേ മാം? ടെക്സസിലാണോ ഉള്ളത്? ഇല്ല, നമ്മള് വാഷിങ്ടൺ. ഒരു ഭാഗത്ത്, ടെക്സസിന്റെ ഒരു ഭാഗത്ത് അല്ലേ? അതെ. ദൂരമുണ്ട്, 13 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര. അപ്പൊ നല്ല അകലമുണ്ട്, ഡിസ്റ്റൻസ് ശരിക്കുണ്ട്. അതെ. നമുക്ക് താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.